ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. പരീക്ഷ പേടി അകറ്റാൻ പരീക്ഷാ പേ ചർച്ച. വേനൽക്കാലത്തിന് നമ്മുടെ നാട്ടിൽ പൊതുവെ ചൂട് കൂടുതലാണ് എന്നൊരു വയ്പുണ്ട്. സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ മാത്രമല്ല അന്തരീക്ഷ താപനില അക്കാലത്ത് ഉയർത്തുന്നത്. പരീക്ഷകളുടെ നിരനിരയായുള്ള വരവ് കൂടിയാണ്. ഒരു വർഷം മുഴുവൻ ഒരു കുട്ടി പഠിച്ച കാര്യങ്ങളിൽ അവന് അല്ലെങ്കിൽ അവൾക്കുള്ള അറിവ് കേവലം ഒരു ദിവസം കൊണ്ട് അളക്കുക എന്ന ഒരു കീഴ്വഴക്കമാണ് പൊതുവെ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നത്. ആ ഒരു ദിവസം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ ഒരു വർഷം മുഴുവൻ പാഠ്യേതര വിഷയങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അതുവരേക്കും പുലർത്തിയ മികവുകൾ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങും. പരീക്ഷ ഒരു പരീക്ഷണമായി മാറുന്ന ഈ വ്യവസ്ഥിതിക്ക് ഒരു മാറ്റം എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരം പരീക്ഷാ പേ ചർച്ച എന്ന കൂട്ടായ്മയ്ക്ക് തുടക്കമിടുന്നത്. കുട്ടികളെ ശാക്തീകരിക്കുക, അവരുടെ മനസ്സുകളെ പ്രകാശപൂർണമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന ഈ ഉദ്യമം ഇക്കുറി അതിന്റെ 9ാം പതിപ്പിൽ എത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ, അധ്യാപകർ, മാതാപിതാക്കൾ എന്നിവർക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കൊപ്പം സമയം ചിലവിടാനും പരീക്ഷാകാലത്തെപ്പറ്റി തങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കാനും ഇതിലൂടെ അവസരമൊരുങ്ങുന്നു. ഇത്തവണത്തെ പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കാനായി കുട്ടികൾക്ക് ഒരു MCQ അധിഷ്ഠിത മത്സരം സജ്ജമാക്കിയിരുന്നു. മൈഗവ് പോർട്ടലിൽ കഴിഞ്ഞ മാസം 1 മുതൽ അതിനുള്ള അവസരവും ഒരുക്കിയിരുന്നു. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഇത്തരമൊരു സൗകര്യം. രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേക പ്രശംസാപത്രവും ഇക്കുറി ലഭ്യമാക്കിയിട്ടുണ്ട്. പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 10-നാണ് നടന്നത്. ന്യൂഡൽഹിയിലെ സുന്ദർ നഴ്സറിയിൽ നടന്ന പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 36 കുട്ടികൾ അതിൽ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുത്തു. പങ്കാളിത്തം കൊണ്ട് ലോക റെക്കോർഡ് നേടാനും കഴിഞ്ഞ വർഷം സാധിച്ചു. 2018-ൽ കേവലം 22,000 പേർ മാത്രം പങ്കെടുത്ത ഈ പരിപാടിയിൽ കഴിഞ്ഞ കൊല്ലം ലഭിച്ചത് 3.56 കോടിയിലേറെ രജിസ്ട്രേഷനുകളാണ്. 1.55 കോടി പേർ പരീക്ഷ പേ ചർച്ചയുമായി ബന്ധപ്പെട്ട മറ്റു അനുബന്ധ പരിപാടികളിലും കഴിഞ്ഞ വർഷം പങ്കെടുത്തു. പരീക്ഷകൾ എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും നമ്മുടെ ജീവിത ലക്ഷ്യം അതല്ലെന്നും 8ാം പതിപ്പിൽ പ്രധാനമന്ത്രി കുട്ടികളെ ഓർമ്മിപ്പിച്ചിരുന്നു. खुद से लड़ना है तो पहले खुद से खुद को मिलना पड़ता है. कभी अपने आप को पूछा है कि मैं जीवन में क्या बन सकता हूँ, क्या कर सकता हूँ, और मैं क्या करूँ तो मुझे संतोष मिलेगा. कई बार अपने आप को पूछना चाहिए. ऐसा नहीं कि आज सुबह एक अखबार में पढ़ लिया तो मन करता है यार ये अच्छा है, दूसरे दिन टीवी पे कुछ देख लिया तो मन करता है ये अच्छा है. ऐसा नहीं, धीरे धीरे अपने मन को कहीं पर स्थिर करना चाहिए. പരീക്ഷയിൽ എത്ര മാർക്കുണ്ട്? ഈ ചോദ്യത്തിന് ഉത്തരമായി നമ്മുടെ കുഞ്ഞുങ്ങൾ നൽകുന്ന സംഖ്യയാകും അവരുടെ മികവളക്കാൻ നാം ഉപയോഗിക്കുന്ന ഏകകം. അതിനാൽ തന്നെ പരീക്ഷക്കാലത്തെ നമ്മുടെ വിദ്യാർത്ഥികൾ ഭീതിയോടുകൂടി നോക്കിക്കാണുന്നു. സ്വാഭാവികമായും അത് അവരുടെ ശാരീരികവും മാനസികവുമായ സ്വാസ്ഥ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. പരീക്ഷയുടെ ചൂടിൽ വെന്തുരുകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറെ പറയാനുണ്ട്. പരീക്ഷാ രീതികളിൽ വരുത്തുന്ന ചെറുതും വലുതുമായ മാറ്റങ്ങൾ തങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കാനും മെച്ചപ്പെട്ട രീതിയിൽ പരീക്ഷകളെ സമീപിക്കാനും കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതിരമ്പുഴ സെന്റ് അലോഷ്യസ് HSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി നവനീത് ബിജോ തരംഗിണിയോട്. 10ാം ക്ലാസ്സിൽ കയറുന്നതിന് മുൻപ് തന്നെ അടുത്ത വർഷം 10ാം ക്ലാസ് ആണ്,
നന്നായിട്ട് മാർക്കൊക്കെ മേടിക്കണം, പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ തൊട്ടേ എല്ലാവരും ഭയങ്കര സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയതാണ്. അതിനുശേഷം 10 കയറി കഴിഞ്ഞപ്പോഴും നമുക്ക് SSLC എന്തോ വലിയ പരീക്ഷയാണ്, ഭയങ്കരമായിട്ട് അതിനെ പറഞ്ഞ് പിള്ളേർക്കെല്ലാം സമ്മർദ്ദം ഉണ്ടാക്കി. അതൊക്കെ മറികടക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനമന്ത്രി നേരിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച. അപ്പോൾ അതുവഴി വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ തരത്തിലാണ് പ്രശ്നങ്ങളുള്ളതെന്നും അവരുടെ പ്രശ്നങ്ങൾ മാറ്റാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും പ്രധാനമന്ത്രിക്ക് മനസ്സിലാകുകയും അദ്ദേഹത്തിന് അതിന് വേണ്ട നടപടികൾ എടുക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു പരീക്ഷയെ മാത്രം മുൻനിർത്തി ഒരു കുട്ടിയെ വിലയിരുത്തുന്നതിന് പകരം നിരന്തരമായിട്ട് പരീക്ഷകൾ നടത്തി അതിലുള്ള മാർക്ക് കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അപ്പോൾ അതും ഈ ചർച്ച വഴി നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചർച്ച നടത്തുന്ന വഴി കുട്ടികളുടെ പരീക്ഷയോടുള്ള പേടി, പരീക്ഷ കാരണമുള്ള സമ്മർദ്ദങ്ങളൊക്കെ അവർക്ക് മാറും. പിന്നെ പരീക്ഷാ രീതിയൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പറയുവാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് വേണ്ട നടപടികൾ എടുക്കാൻ സാധിക്കും. അപ്പം ഇതേപോലുള്ള പരിപാടികളൊക്കെ നല്ലതാണ്. പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉറുമ്പ് അരിമണി ശേഖരിക്കുന്നത് പോലെ സമ്പാദിച്ച് തന്റെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ ശ്രദ്ധിക്കുന്നവരാണ് മലയാളി മാതാപിതാക്കൾ. പരീക്ഷാകാലങ്ങളിൽ ഉറക്കമിളച്ചും ചൂടുചായ പകർന്നും മക്കളോടൊപ്പം ചിലവിടുന്നവർ. തന്റെ പ്രിയപ്പെട്ടവർ എന്നാൽ പരീക്ഷാകാലങ്ങളിൽ കടന്നുപോകുന്ന മാനസിക ശാരീരിക വെല്ലുവിളികൾ കണ്ട് പലപ്പോഴും പകച്ചു പോകാൻ ഇവർ വിധിക്കപ്പെടുന്നു എന്നത് ഏറെ സങ്കടകരമാണ്. 3 പെൺകുട്ടികളുടെ അമ്മയും 3 പതിറ്റാണ്ടിലേറെയായി +2 അധ്യാപികയുമായ ശ്രീമതി ഷിജി വർഗീസ് പരീക്ഷാ പേ ചർച്ച എന്ന ആശയത്തെപ്പറ്റി, പരീക്ഷാ പേടിയിലൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെപ്പറ്റിയുള്ള തന്റെ ആശങ്കകളെപ്പറ്റി ആകാശവാണിയോട് സംസാരിക്കുന്നു. പരീക്ഷകൾ എന്നും ഒരു സമ്മർദ്ദകാലമാണ്, കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും. നമ്മുടെ പരീക്ഷകളുടെ എണ്ണം, ഫ്രീക്വൻസി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചില പരീക്ഷകളൊക്കെ വേണ്ടത്ര നന്നായി എഴുതാൻ കഴിഞ്ഞില്ല എന്ന് സങ്കടപ്പെട്ടിട്ട് കരഞ്ഞുകൊണ്ട് പരീക്ഷാ ഹാൾ വിട്ടു പോകാതെ ഇരിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ഏറെ പണിപ്പെട്ടാണ് ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് വിടാറുള്ളത്. ഈ പരീക്ഷയാണ് അവസാന കാര്യം. ഇതിൽ പരാജയപ്പെട്ടാൽ, അതിലൊരു A+ പോയാൽ, അതിലൊരെണ്ണം ഒരു B ഗ്രേഡ് ആയി പോയാൽ ഇനി തന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന ഒരു രീതിയിലേക്ക് കുട്ടി ചിന്തിക്കുന്നിടത്തോളം കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ പരീക്ഷാ പേ ചർച്ച പോലെയുള്ള പരിപാടികൾ ഒരു പ്രതീക്ഷ തരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി പരീക്ഷാ പേ ചർച്ചയൊക്കെ നടത്തുമ്പോൾ ഞാനത് കൗതുകത്തോടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരാള് കുട്ടികളോട് അവരെ പോലെ അവരോട് താതാത്മ്യപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ചർച്ചകൾക്ക് വലിയ പ്രയോജനമുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി മാത്രമല്ല, പ്രിൻസിപ്പൽമാർക്കും അല്ലെങ്കിൽ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും സമൂഹത്തിലെ ഉന്നതരായ ചില വ്യക്തികൾക്കും ഒക്കെ ചേർന്ന ഒരു സദസ്സിലിരുന്ന് അവരവരുടെ ജീവിതത്തിലെ പരീക്ഷാകാലത്തെക്കുറിച്ച് അവരനുഭവിച്ച ആകുലതകളെ കുറിച്ച് ഒക്കെ ഒന്ന് ചർച്ച ചെയ്തു പറയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും അവർ മാത്രമല്ല ഈ ടെൻഷനിലൂടെ കടന്നു പോകുന്നത്. ഇവർക്കുമൊക്കെ ഇന്നിപ്പോൾ മിടുക്കരായിരിക്കുന്ന സമർത്ഥരായിരിക്കുന്ന പലർക്കും ഇതുപോലെയുള്ള ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നു, അവരതിനെയൊക്കെ അതിജീവിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. പരീക്ഷാ പേ ചർച്ച ഒരു നവീന ആശയമാകുന്നത് സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാവിധം പൗരന്മാരിലേക്കും ഒരു ഭരണകൂടം ഇറങ്ങിച്ചെല്ലാൻ തീരുമാനിക്കുന്നു എന്നതുകൊണ്ടാണ്. പരീക്ഷാകാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നുപോകുന്ന മാനസിക സമ്മർദ്ദം വളരെയേറെയാണ്. സമപ്രായക്കാരായ കുട്ടികളെ വെച്ചുള്ള താരതമ്യവും അടുത്തടുത്തായി വരുന്ന പരീക്ഷകളുടെ എണ്ണവും അവരുടെ മാനസിക സന്തുലനാവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നു. കൺസൾട്ടന്റ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും സർട്ടിഫൈഡ് ട്രെയിനറുമായ ഡോക്ടർ ആരതി കെ നായർ തരംഗിണിയോട് സംസാരിക്കുന്നു. നമസ്കാരം. നമ്മുടെ സ്റ്റുഡൻസ് ജനറലി ഫേസ് ചെയ്യുന്ന ഒരു കോമൺ പ്രോബ്ലമാണ് പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഇത് ഒരു പെർട്ടിക്കുലർ ഏജ് എന്നില്ല, അത് വളരെ ചെറിയ ഏജ് മുതൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വരെ ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് പരാജയപ്പെടുമോ എന്നുള്ളൊരു ഭയം, പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയൊക്കെ ഡിസപ്പോയിന്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. എൻ്റെ ക്ലയൻസ് തന്നെ പലരും പറയാറുണ്ട്, ശരിക്കും ഇവർക്കൊക്കെ വളരെ കേപ്പബിൾ ആയിട്ടുള്ള കുട്ടികളാണ്, ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നവരുമാണ്, പക്ഷെ ഒരു പെർട്ടിക്കുലർ ടൈം മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല
എന്നുള്ളൊരു പ്രോബ്ലം വരും. സ്റ്റിപ്പുലേറ്റഡ് ടൈം ലിമിറ്റിൽ അവർക്കത് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം. ഇതിൻ്റെയൊക്കെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ആങ്സൈറ്റി, അമിതമായ ഉത്കണ്ഠ, പാനിക് അറ്റാക്ക് എന്ന് പറയും. നമുക്ക് പെട്ടെന്ന് ക്വിക്ലി വന്ന് ചേരുന്ന ഒരു തരം ഒരു ഹൈ ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു അൺകൺട്രോളബിൾ സിറ്റുവേഷൻ, ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ലെങ്കിൽ പോലും ഒരു ഡിപ്രസീവ് ടെൻഡൻസി, ഒരു മൂഡ് ഫ്ലക്ച്വേഷൻ, അതുപോലെ ഞാനൊന്നിനും കൊള്ളത്തില്ല എന്നുള്ളൊരു ലോ സെൽഫ് എസ്റ്റീം, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഉറക്കം കുറയുക അല്ലെങ്കിൽ അമിതമായ ഉറക്കം, അതുപോലെ ഫറ്റിഗ്, കോൺസ്റ്റന്റ്ലി ഉള്ള തളർച്ച. അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിഹരിക്കപ്പെടാനായിട്ട് നമുക്ക് സെൽഫായിട്ടുള്ള മെഷേഴ്സ് തന്നെ എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ പ്രൊഫഷണലി ആണെങ്കിൽ ഒരുപാട് സൈക്കോതെറാപ്യൂട്ടിക് മെഷേഴ്സ് ഉണ്ട്. നെഗറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സിനെ, ഇമോഷൻസിനെ, ഫീലിങ്സിനെ എല്ലാം റീപ്ലേസ് ചെയ്ത് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള തോട്ട്, ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം ഇൻസ്റ്റിൽ ചെയ്യാനുള്ള തരത്തിലുള്ള ടെക്നിക്സ്, അതുപോലെ പ്രോപ്പർ സ്റ്റഡി, ടൈം മാനേജ്മെന്റ് സ്കിൽസ് ഇമ്പാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ടെക്നിക്സ്, ഇതൊക്കെ അവൈലബിൾ ആണെന്നുള്ള ഒരു അവയർനെസ് കുട്ടികളിലും സ്കൂൾ അതോറിറ്റീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അതോറിറ്റീസിലാണെങ്കിലും ഉണ്ടാവേണ്ടതും, പിന്നെ അതുപോലെ തന്നെ അവരെ കൃത്യസമയത്തിന് അവരതിനെ റെഫർ ചെയ്യേണ്ടതും ആയിട്ടുള്ള കാര്യം മാത്രമാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ രാജ്യത്തെ നിയന്ത്രിക്കേണ്ട കൈകൾ പരീക്ഷാ പേടിയിൽ ഇന്ന് വിയർക്കുന്നത് ഒട്ടും ഭൂഷണമല്ല. മെച്ചപ്പെട്ട മാനസികാരോഗ്യവും നല്ല വിദ്യാലയ ഓർമ്മകളുമുള്ള ജീവിതം നമ്മുടെ കുട്ടികൾക്ക് ഉറപ്പു നൽകുക എന്നൊരു ലക്ഷ്യവും പരീക്ഷാ പേ ചർച്ചയ്ക്ക് പിന്നിലുണ്ട്. പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കാനും പരിപാടിയിൽ അവതാരകയാകാനും അവസരം ലഭിച്ച മലയാളിയാണ് കോഴിക്കോട് സ്വദേശിനി മേഘന. പരീക്ഷാ പേ ചർച്ചയിലെ തന്റെ ഓർമ്മകളെപ്പറ്റിയും പ്രധാനമന്ത്രിക്കൊപ്പം ചെലവിട്ട നല്ല നിമിഷങ്ങളെപ്പറ്റിയും മേഘന സംസാരിക്കുന്നു. 2024 പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ജാനുവരി മാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊരു സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ടായിരുന്നു. ഈ കേന്ദ്ര വിദ്യാലയ സംഘടനയിൽ നിന്നും യൂത്ത് പാർലമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബെസ്റ്റ് സ്പീക്കേഴ്സിന് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുന്നതായിരുന്നു പ്രൊസീജിയർ. ഒരു 10 ദിവസം മൊത്തം ഡൽഹിയിൽ നിന്ന് മൊത്തം ട്രെയിനിങ് ആയിരുന്നു. സ്ക്രിപ്റ്റ് എഴുതുക, പിന്നെ പഠിക്കുക, എങ്ങനെയാ പറയണ്ടേ എന്നുള്ള ടോണും. KVSന്റെ കുറെ കമ്മീഷണേഴ്സും അവരുടെ സെലക്റ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സൊക്കെയാണ് നമ്മളെ ട്രെയിൻ ചെയ്തത്. അപ്പോൾ അതൊരു ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് അവരിൽ നിന്നും കുറെ പഠിക്കാൻ പറ്റി. എങ്ങനെ ഒരു വലിയ നാഷണൽ ഷോ എങ്ങനെയാ ഓർഗനൈസ് ചെയ്യുന്നത്, സ്റ്റേജിന്റെ ബാക്കിൽ എന്തൊക്കെയാ നടക്കുന്നത്, പിന്നെ നമ്മൾ എങ്ങനെ സംസാരിക്കണം, എന്ത് ടോണ് വെക്കണം, അങ്ങനത്തെ കുറെ സാധനങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ ലാസ്റ്റ് 2 ദിവസത്തെ പ്രാക്ടീസ് എന്ന് വെച്ചാൽ ഈ ഭാരത് മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു. പ്രൈം മിനിസ്റ്റർ വരുന്നതിന് മുമ്പ് നമ്മൾ കുറെ സ്ക്രിപ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്തു. പക്ഷെ അത് ഓൺ ദ സ്പോട്ട് മാറ്റേണ്ടി വരും. കാരണം പ്രൈം മിനിസ്റ്റർ പറയുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ സെന്റൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഹോസ്റ്റ് ചെയ്തൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റിൽ നമുക്ക് പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അവസരം കിട്ടി. ഷോ വരുമ്പോൾ എപ്പോഴും കാസ്റ്റ് ചെയ്യുന്നതായിരുന്നു KVയിലെല്ലാം. അപ്പം അങ്ങനെ ഒരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാക്കി. അവിടെ പോയിട്ട് കുറെ ഭാഗത്തുനിന്ന്, ഇന്ത്യന്റെ ഓരോ ഭാഗത്തുനിന്നും വന്ന കുട്ടികളായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് അതേപോലെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. സോ അവരുമായിട്ട് ഒരു നല്ല ബോണ്ട് ഉണ്ടാക്കി. അവരുമായിട്ടൊക്കെ ഇപ്പോഴും സംസാരിക്കാറുണ്ട്. പരീക്ഷകൾ പരീക്ഷണമാകുന്നത് ആഗോളതലത്തിൽ സൂപ്പർ പവർ ആകാനായി കുതിക്കുന്ന ഇന്ത്യ പോലൊരു രാജ്യത്തിന് ഒട്ടും ഭൂഷണമല്ല. നാളെ നമ്മുടെ രാജ്യത്തിന്റെ നട്ടലാകേണ്ടവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ക്ലാസ് മുറികളിൽ നിന്ന് നേടിയെടുക്കുന്ന അറിവുകൾക്കൊപ്പം സഹജീവി സ്നേഹവും ആരോഗ്യമുള്ള മനസ്സും അവരെ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സജ്ജമാക്കുന്നു. ശാരീരിക ആരോഗ്യത്തിനൊപ്പം മാനസികാരോഗ്യത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു സാമൂഹിക ക്രമം നമ്മുടെ ഇടയിൽ സജീവമായി വരുന്നുണ്ട്. ഇത് നല്ലത് തന്നെ. പരീക്ഷകൾ പരീക്ഷണമാകുന്ന ഒരവസ്ഥയ്ക്ക് അറുതി വരുത്താൻ ഒരു ഭരണകൂടം തന്നെ കച്ചമുറുക്കുന്ന പരീക്ഷാ പേ ചർച്ച അതിനാൽ തന്നെ ദീർഘകാലത്തേക്കുള്ള ഒരു മികച്ച സാമൂഹിക നിക്ഷേപമാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ സമയം ചിലവിടുന്നു. മെച്ചപ്പെട്ട ഒരു നീക്കമാണത്. വരും കാലത്തേക്കുതകുന്ന നല്ലൊരു നിക്ഷേപവും. തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലിമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം.
വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9:00.